ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസ് ഫിനാൻസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതേപോലെ ബൈയിങ്ങും ലീസിങ്ങും തമ്മിലുള്ള ഡിഫറൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് ലീസിങ്ങിൻ്റെ അല്ലെങ്കിൽ ലീസ് ഫിനാൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, lease financing facilitate the acquisition of equipment, plant and machinery without the necessary capital outlay. അതായത് ലീസ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏതൊരു എക്യുപ്മെൻറ്റും എന്താണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിൽ ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലീസ് ഫെസിലിറ്റീസിനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ്. നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, എക്യുപ്മെൻറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സെക്കൻഡ് അഡ്വാൻറ്റേജസ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ അതർ പർപ്പസ്. എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ റിസ്ക് ഓഫ് ഒബ്സലസൻസ് ക്യാൻ ബി ഷിഫ്റ്റ് ടു ദ ലെസർ. ഇതെന്താണ്, ഒരാളുടെ മാത്രം അതായത് ഇവിടെ രണ്ട് പാർട്ടി ഉണ്ട്, ലെസിയും ലെസറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് റിസ്ക് എന്ന് പറയുന്നത് അത് ലെസറിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലെസർ ഓണറാണ്, ലെസ് യൂസറാണ്, പക്ഷേ ലെസറിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിസ്കിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. It is cheaper than loan from commercial bank and financial institution. It is more beneficial than purchasing asset. ഇതെന്താണ്, മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ലോൺ എടുത്ത് സാധനങ്ങൾ വാങ്ങിയേക്കാളും ചീപ്പറാണ്. ഓക്കെ, അതിനേക്കാളും ചീപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് മോർ നമുക്ക് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ കൂടുതൽ ബെനിഫിക്കൽ ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് വിത്തൗട്ട് ഡയല്യൂട്ടിങ് ദ കൺട്രോൾ ഓവർ പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ കൺട്രോൾ ഒട്ടും തന്നെ ഡയല്യൂട്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് വൺ, സ്മോൾ ഫേംസ് കനോട്ട് ബൈ ടു മെനി എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ്, ഹെൻസ് ലീസിങ് ഈസ് കൺവീനിയൻറ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ദം. എന്താണ്, ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിനൊന്നും കൂടുതൽ ക്യാപിറ്റൽ മുടക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് എന്ത്, ലീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് എനേബിൾസ് ദ ലെസി ടു അക്വയർ ഹ്യൂജ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് വിത്തൗട്ട് ഡാമേജിങ് ദർ ഫിനാൻഷ്യൽ പ്ലാൻ. എങ്ങനെയാണ്, അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിൽ, അതായത് ലെസികൾക്കുള്ളതാണ് പറയുന്നത്, എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിൽ യാതൊരു ഡാമേജസും വരുത്താതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഹ്യൂജ് ക്യാപിറ്റൽ വരുന്ന എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്പ് ദ ലെസി ടു എൻജോയ് 100% ടാക്സ് റിബേറ്റ് ഓൺ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ദ ലീസ് റെൻ്റൽ. അതായത് ലെസിക്ക് എന്ത് ചെയ്യും, അവർ കൊടുക്കുന്ന ലീസ് റെൻ്റലിൻ്റെ മുകളിൽ 100% ടാക്സ് റിബേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ദെൻ ലീസ് എഗ്രിമെൻറ്റ്സ് ആർ ഹൈലി ഫ്ലെക്സിബിൾ. ഇറ്റ് ക്യാൻ ബി ഡിസൈൻ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ലെസി. ഇതെന്താണ്, നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുമ്പം അത് റിജിഡായിട്ട് വെക്കുന്നില്ല, അത് ഫ്ലെക്സിബിളാണ്. അതിൽ നമ്മൾ ആ എഗ്രിമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ എന്താണ്, ലെസിയുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് റിജിഡ്, ഹൈലി ഫ്ലെക്സിബിൾ ആണ് എന്ത്, ഇതിൻ്റെ ലീസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, ലീസിങ് ഗീവ് മോർ ഫ്രീഡം ടു ദ ഫിനാൻസ് മാനേജർ ടു റീഓർഗനൈസ് ദ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ലീസിങ് എന്താണ്, ഫിനാൻഷ്യൽ മാനേജേഴ്സിന് കൂടുതൽ ഫ്രീഡം നൽകുന്നുണ്ട്. എന്തിന്, അവരുടെ ക്യാപിറ്റൽ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ സ്ട്രക്ചറിനേക്കാളും ക്യാപിറ്റൽ റീഓർഗനൈസേഷൻസിന് വേണ്ടി ഫിനാൻഷ്യൽ മാനേജേഴ്സിന് അവരെന്ത് ചെയ്യുന്നു, ഫ്രീഡം കൊടുക്കുന്നുണ്ട് ലീസിങ്ങിലൂടെ. ദെൻ ലീസിങ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു അണ്ടർടേക്ക് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസിലി.
പിന്നെന്താണ്, ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റിന് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ കൂടുതൽ കാര്യങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ലീസിങ് എളുപ്പമാക്കുന്നുണ്ട്. ദെൻ ലെസർ ക്യാൻ റെഡ്യൂസ് ദ ഇൻകം ടാക്സ് ലയബിലിറ്റി ബൈ ചാർജിങ് ഡിപ്രീസിയേഷൻ എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്. ഇതിൻ്റെ ഓണർ, അതായത് അസറ്റിൻ്റെ ഓണറാണ് ലെസർ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇൻകം ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, പ്രോഫിറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ലെസർക്ക് അവരുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ലീസിങ്ങിലൂടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസ് ഫിനാൻസ്. എന്തൊക്കെയാണ് ലീസ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ്, ദ ഓണർഷിപ്പ് ഓഫ് അസറ്റ് റിമൈൻ വിത്ത് ദ ലെസർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓണർഷിപ്പ്, അസറ്റിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, ലെസ്സിയിലേക്ക് ഒരിക്കലും തന്നെ ട്രാൻസ്ഫർ ചെയ്യില്ല, അതെപ്പോഴും ലെസറിൽ ഒതുങ്ങിക്കൊണ്ട് നിൽക്കും. ദെൻ ലോങ് ടേം ലീസ് ഈസ് ജനറലി മോർ എക്സ്പെൻസീവ് ടു ലെസ്സി ബിക്കോസ് മിസ്ലേനിയസ് എക്സ്പെൻസീവ് ഹാവ് ടു ബി ബോൺ ബൈ ഹിം. അതായത് നമ്മൾ കുറേ കാലത്തേക്കുള്ള ലീസാണ് എടുക്കുന്നത്, ഒരു ലോങ് ടേം ലീസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. ആർക്ക്, ലെസ്സിക്ക് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അതിൻ്റെ മുകളിലുള്ള മറ്റ് എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ലെസ്സി ആയിരിക്കും. അതുകൊണ്ട് ലോങ് ടേം ലീസ് എപ്പോഴും ലെസ്സിക്ക് എന്തായിരിക്കും, കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, ഇറ്റ് മേ ഇമ്പോസ് certain restriction on use of the equipments. ഇറ്റ് റിക്വയർ കമ്പൽസറി ഇൻഷുറൻസ് ആൻഡ് സോ ഓൺ. പിന്നെന്താണ്, ഈ ഒരു ലീസിൽ, അതായത് ലീസിങ് എന്ന് പറഞ്ഞതിൽ കുറച്ച് എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ എക്യുപ്മെൻറ്റ്സിൻ്റെ മുകളിൽ. കാരണം എപ്പോഴും കമ്പൽസറി ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ദ ലെസ്സി നെവർ ബിക്കം ദ ഓണർ ഓഫ് ദ അസറ്റ്, സോ ഹി ഡസ് നോട്ട് ഗെറ്റ് ദ residual value of the asset. After the lease period, the residual value goes to the lessor. ലെസ്സി എന്താണ്, ഒരിക്കലും അതിൻ്റെ ഓണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, യൂസറാണ്. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ റെസിജ്വൽ വാല്യൂ ഒരിക്കലും തന്നെ ലെസ്സിക്ക് കിട്ടൂല. ലീസ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ലീസിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആ റെസിജ്വൽ വാല്യൂ പോകുന്നത് ലെസറിലേക്ക്, അതിൻ്റെ റിയൽ ഓണറിലേക്ക് തന്നെ ആയിരിക്കും റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, if the lessee make default in complying with the terms and condition of the lease contract, the lessor may terminate the lease and take the possession of the leased asset. അതെന്താണ്, ലീസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ലെസ്സി എന്തെങ്കിലും എന്താണ്, അതായത് എഗ്രിമെൻറ്റ്സ് പ്രകാരം എന്തെങ്കിലും അതിൽ എന്താണ് പിഴവ് വരുത്തുക. അതായത് എന്താണ്, നമ്മളെ ലീസിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലെസർക്ക് ആ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, ദ ലീസ്ഡ് അസറ്റ് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ അസറ്റ് ഓഫ് ദ ലെസ്സി. ലീസ്ഡ് അസറ്റ് എന്താവുന്നില്ല, ലെസ്സിയുടെ പാർട്ടാവുന്നില്ല, ലെസ്സിയുടെ അസറ്റിൻ്റെ പാർട്ടാവില്ല. ദെർഫോർ ദ അസറ്റ് വിൽ ബി understated. As the result, the shareholders, creditors, etc. may undervalue the business. അതുകൊണ്ട് എന്ത് ചെയ്യും, ആസറ്റിനെ നമ്മൾ അണ്ടർവാല്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ലീസിങ് ഹെൽപ്പ് ഇൻ ഈസിങ് ദ പ്രോബ്ലം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ മിത്ത്. റിയലി സ്പീക്കിംഗ്, ലീസിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ടു ദ ലെസ്സി. അതായത് നമ്മളൊരു മിത്ത് കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ലീസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലംസ് എളുപ്പത്തിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ റിയലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലീസിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ടു ദ ലീസ്. ഇറ്റ് മീറ്റ് ഓൺലി ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ബൈയിങ് ദ അസറ്റ്. അതായത് നമുക്ക് അസറ്റ് മാത്രം വാങ്ങാൻ മാത്രം എന്തേനു നമുക്ക് റിയാലിറ്റിയിൽ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മിത്തിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡേ ടു ഡേ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ റിയാലിറ്റിയിൽ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ സിൻസ് ലീസിങ് ഇസ് എ അഡീഷണൽ മീനിങ് ഓഫ് ഫിനാൻസിങ്, ഇറ്റ് അറ്റംപ്റ്റ് ദ ലീസ് ടു ബോറോ ദ മോർ ത്രൂ ലീസിങ്. പിന്നെന്താണ്,
ഇത് നമുക്കൊരു അഡീഷണൽ മീൻസ് ഓഫ് ഫിനാൻസിങ് ആണ്. അതുകൊണ്ട് നമുക്ക് ലെസ്സി എന്ത് ചെയ്യും, കൂടുതൽ ലീസിങ്ങിലൂടെ എന്ത് ചെയ്യുകയാണ്, ബോറോ ചെയ്യും. അപ്പം ലെസ്സിക്കായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്പെൻസുകൾ ഉണ്ടാവുക. ദെൻ വെൻ ദ ലീസ് ഇസ് ലോങ് ടേം ആൻഡ് നോൺ ക്യാൻസലബിൾ there is a little chance for the lessee to shift the danger of obsolescence to the lesser. അതായത് ലോങ് ടേം ലീസൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലെസ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നാലും തന്നെ ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് അവർക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്തിന്, ലീസിങ്ങിന്. ഓക്കെ, ലീസ് ഫിനാൻസിങ്ങിനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിൽ നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബൈയിങ് ആൻഡ് ലീസിങ്. ബൈയിങ്ങും ലീസിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഇൻ കേസ് ഓഫ് ബൈയിങ്, ദ ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ ടൈം ഓഫ് പേയിങ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ദ അസെറ്റ്. ഈ ബൈയിങ്ങിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, അതിന് നമ്മൾ ക്യാഷ് കൊടുക്കും. ആ ക്യാഷ് കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ്, നമ്മളിലേക്ക് ആ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ്, ആ സാധനം പിന്നെ നമുക്കുള്ളതാണ്. അപ്പം നമ്മുടെ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയേഴ്സിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ലീസിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ദെൻ buying allow the owner to use the asset not only for immediate need but also for long term purpose. ബൈയിങ് എന്താണ്, ഒരിക്കലും തന്നെ ഒരു ഇമ്മീഡിയറ്റ് നീഡ് മീറ്റ് ചെയ്യാനല്ല എന്ത് ചെയ്യുന്നത്, അസറ്റുകൾ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നത്. എന്താണ്, ലോങ് ടേം പർപ്പസിലേക്കായിരിക്കും. അത് നമ്മൾ ഓണറാണ് അതുകൊണ്ട്. പക്ഷേ ലീസിങ് എന്താണ്, കുറച്ച് കാലങ്ങളിലേക്ക് മാത്രം കൂടുതൽ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് അതായത് വിത്തൗട്ട് മേക്കിംഗ് ഹ്യൂജ് പേ, അതായത് നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുക്കാതെ, മറ്റേ നമ്മൾ അതിൻ്റെ കറക്റ്റ് ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങി യൂസ് ചെയ്യണം. ഇത് ലീസിങ് കാരണം എന്താണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ എമൗണ്ടിൽ കുറഞ്ഞ റെൻ്റൽ വാല്യൂസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റ് വാങ്ങി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ബൈയിങ് ദ റിസ്ക് ആൻഡ് റിവാർഡ് കണക്റ്റഡ് വിത്ത് ദ അസറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു ദ ഓണർ. ഇവിടെ ബൈയിങ്ങിൽ അതിൻ്റെ റിസ്ക്കും അതിൻ്റെ റിവാർഡും ഒക്കെ എന്താണ്, ഓണേഴ്സിനാണ് ഉണ്ടാവുക. അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓണേഴ്സിലേക്കാണ്. പക്ഷേ ലീസിങ്ങിൽ എന്ത് ചെയ്യുന്നു, രണ്ടിലാളുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ലെസ്സിയിലേക്കും പോകുന്നുണ്ട്. മെയിനായിട്ടും ലെസ്സറിലേക്ക് തന്നെയാണ് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ദെൻ ഇൻ ബൈയിങ് ദ പാർട്ടീസ് ആർ ബയർ ആൻഡ് സെല്ലർ. അതായത് ബൈയിങ്ങിൽ രണ്ട് പാർട്ടീസാണ്, ബയറും സെല്ലറും. മറ്റ് ലീസിങ്ങിൽ രണ്ട് പാർട്ടീസ്, ലെസ്സറും ലെസ്സിയുമാണ് ഉള്ളത്, അത് നിങ്ങൾക്കറിയാം. ദെൻ ബൈയിങ് ഇൻവോൾവ് പേയിങ് ദ കോസ്റ്റ് ഓഫ് അസെറ്റ് ഐദർ ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. അല്ലേ, നമ്മളൊരു സാധനം വാങ്ങും, ഒന്നെങ്കിൽ നമ്മൾ റെഡി ക്യാഷ് അറ്റ് എ ടൈമിന് കൊടുത്ത് വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങുകയാണ് ബൈയിങ്ങിൽ ചെയ്യാം. പക്ഷേ ലീസിൽ എന്താണ്, ലീസ് റെൻ്റൽസ് ആർ റിക്വയർഡ് ടു ബി പീരിയോഡിക് ഇൻ്റർവെൽസ്. അതായത് മന്ത്ലി ആയിട്ട്, ക്വാർട്ടർലി ആയിട്ട്, ഇയർലി ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങിയ അസറ്റിൻ്റെ മുകളിൽ റെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ലീസ് റെൻ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. അത് അങ്ങനെ പീരിയോഡിക് ആയിട്ട് നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫേം, the asset which is both can be shown in the balance sheet and depreciations can be claim and expense in the profit and loss account. ഈ ബൈയിങ്ങിൻ്റെ കേസിൽ നമ്മളൊരു സാധനം വാങ്ങിയാൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലെയിം ചെയ്ത് അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ലീസ് റെൻ്റൽ പെയ്ഡ് ബൈ ദ ഫേം ക്യാൻ ബി ക്ലെയിംഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാട്ടുള്ളൂ. Then in buying, the owner is required to bear the cost
ഓഫ് ദ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ബൈയിങ്ങിൽ എന്താണ്, അതിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ് തുടങ്ങിയ എല്ലാ കോസ്റ്റും ബിയർ ചെയ്യേണ്ടത് ഓണറാണ്, അതിൻ്റെ റിയൽ ഓണറാണ്. പക്ഷേ ലീസിങ്ങിൽ ഇറ്റ് ഷുഡ് ബി ബോൺ ബൈ ദ പാർട്ടി മെൻഷൻ ഇൻ ദ ലീസ് കോൺട്രാക്ട്. ലീസിങ്ങിൽ എന്താണ്, ലെസറും ലെസിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റിൽ ആരാണോ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് എന്ത് ബൈയിങ് ആൻഡ് ലീസിങ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നെക്സ്റ്റ് അതിൻ്റെ ഡിഫറൻസും ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.